ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ടൈം ബോംബ് പൊട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ അധികാര കൈമാറ്റം നടക്കുമ്പോൾ കേവലം ഒരു പ്രധാനമന്ത്രിയല്ല മാറുന്നത്, മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയരുകയാണ്. മുഹമ്മദ് യൂനസിന്റെ വിടവാങ്ങൽ പ്രസംഗം ഇപ്പോൾ ഡൽഹിയിലെ നയതന്ത്ര ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ 18 മാസത്തെ ഇടക്കാല ഭരണത്തിന് ശേഷം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് പടിയിറങ്ങുകയാണ്. ഇന്നലെ, അതായത് 2026 ഫെബ്രുവരി 17 താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പക്ഷേ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപ് മുഹമ്മദ് യൂനസ് നടത്തിയ പ്രസംഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് അലേർട്ടാണ്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഇന്ത്യയുടെ പേര് പറയാതെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ, അതായത് 7 സിസ്റ്റേഴ്സിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പരിശോധിക്കാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP നേതാവ് താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു തലേന്നാണ് യൂനസ് ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യൂനസ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ്: ബംഗ്ലാദേശിന്റെ തുറമുഖങ്ങൾ വെറും ഒരു ബോർഡർ അല്ല, അത് ലോക വിപണിയിലേക്കുള്ള വാതിലാണ്. നേപ്പാളിനും ഭൂട്ടാനും 7 സിസ്റ്റേഴ്സിനും വലിയ സാമ്പത്തിക സാധ്യതകൾ ബംഗ്ലാദേശ് നൽകും. ബംഗ്ലാദേശിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ദക്ഷിണേഷ്യയിലെ വ്യാപാര പാതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശന കവാടം കേവലം ഒരു അതിർത്തിയല്ല എന്നും അത് ആഗോള വിപണിയിലേക്കുള്ള വലിയൊരു വാതിലാണെന്നും യൂനസ് തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക സാധ്യതകളെ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം സങ്കീർണമായ പല അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. സാധാരണ ഇത്തരം പ്രാദേശിക സഹകരണ ചർച്ചകളിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി പരാമർശിക്കാറുണ്ട്. എന്നാൽ യൂനസിന്റെ പ്രസംഗത്തിൽ ഉടനീളം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് ബോധപൂർവം ഒഴിവാക്കി 7 സിസ്റ്റേഴ്സ് എന്ന് മാത്രം പ്രയോഗിച്ചത് ഒരു കൃത്യമായ തന്ത്രപരമായ നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ കരുതുന്നു. യൂനസിന്റെ ശൈലിയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇക്കണോമിക് കോർപ്പറേഷനായി തോന്നാം, പക്ഷേ ഇതിലൊരു വലിയ ചതിയുണ്ട്. ഇന്ത്യ എന്ന രാജ്യം നിലവിലില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി കാണുന്നതിന് പകരം നേപ്പാളും ഭൂട്ടാനും പോലെ ഒരു പ്രത്യേക എൻറ്റിറ്റിയായി അദ്ദേഹം ചിത്രീകരിച്ചു. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇതിനു മുൻപും ചൈന സന്ദർശന വേളയിൽ അദ്ദേഹം 7 സിസ്റ്റേഴ്സിനെ ലാൻഡ് ലോക്ക്ഡ് എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ വിഘടനവാദത്തിന് വളമിടാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവാണിതെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുമായി ബംഗ്ലാദേശ് പുലർത്തിയിരുന്ന ഒരു സുദൃഢമായ ബന്ധം ഇപ്പോൾ പാടെ തകർന്നിരിക്കുകയാണ്. 2024 ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നതും അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതും പുതിയ ബംഗ്ലാദേശ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹസീനയുടെ ഭരണത്തെ ഒരു രാക്ഷസന്റെ പിടി എന്നാണ് യൂനസ് വിശേഷിപ്പിച്ചത്. ആ ഭരണത്തിൽ നിന്ന് രാജ്യം മോചിപ്പിക്കപ്പെട്ടതിനെ വലിയൊരു വിമോചനമായി അദ്ദേഹം കാണുന്നു. എന്നാൽ ഈ മാറ്റം കേവലം ആഭ്യന്തരമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ, ബാലൻസിനെ അട്ടിമറിക്കുന്ന ഒന്നായി മാറുകയാണ്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ പാകിസ്ഥാനോടും ചൈനയോടും കൂടുതൽ അടുക്കുന്ന ഒരു വിദേശ നയമായിരിക്കും ബംഗ്ലാദേശ് സ്വീകരിക്കുക എന്ന സൂചനകൾ ശക്തമാണ്. ഇനി 7 സിസ്റ്റേഴ്സിലേക്ക് തിരികെ വരുമ്പോൾ, 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ്. ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാന ഗതാഗത പാതകൾ ബംഗ്ലാദേശിന് തൊട്ടടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കും. നേപ്പാളിനെയും ഭൂട്ടാനെയും ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ ഇന്ത്യയുടെ സ്വാധീന വലയത്തിന് പുറത്തുള്ള ഒരു പ്രാദേശിക കൂട്ടായ്മ രൂപീകരിക്കാനാണ് യൂനസ് ലക്ഷ്യമിട്ടത് എന്ന് ചുരുക്കം. ഇത് ഇന്ത്യയെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെടുത്താനുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനിലേക്ക് വരാം. നീണ്ട 17 വർഷത്തെ ലണ്ടൻ ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. BNP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യക്ക് എന്നും തലവേദനയാണ്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേടിപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ്. 2001-2006 കാലഘട്ടത്തിൽ BNP അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് മണ്ണ് ഒരു സുരക്ഷിത താവളമായി മാറിയിരുന്നു. നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഉൽഫ പോലുള്ള ഗ്രൂപ്പുകൾക്ക് അവിടെ അഭയസ്ഥാനവും ആയുധ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ലഭിച്ചു എന്നതൊരു പരസ്യമായ രഹസ്യമായിരുന്നു. ഇന്ന് മുഹമ്മദ് യൂനസും താരിഖ് റഹ്മാനും വീണ്ടും കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ വീണ്ടും അശാന്തമാകുമോ എന്ന ഭീതിയിലാണ് പ്രതിരോധ വിദഗ്ധർ. ഡൽഹിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നതും ഈ ഒരു സേഫ് ഹാവൻ ഫാക്ടർ തന്നെയാണ്. ഇനി യൂനസ് തന്റെ പ്രസംഗത്തിൽ ചൈനയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു.
തീസ്ത നദി പദ്ധതി ചൈനയെ ഏൽപ്പിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് ഇടനാഴിക്ക് വലിയ ഭീഷണിയാണ്. പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ താരിഖ് റഹ്മാന്റെ നിലപാട് എന്തായിരിക്കും? നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് വെറും 22 കിലോമീറ്റർ വീതിയുള്ള സിലിഗുരി ഇടനാഴിയാണ്. ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാർ വന്നാൽ ഈ ഇടനാഴിയെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിക്കും. യൂനസ് പറഞ്ഞതുപോലെ 7 സിസ്റ്റേഴ്സിനെ ബംഗ്ലാദേശുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ അനുവാദമില്ലാതെ സാധ്യമല്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഇന്ത്യക്കെതിരെ വികാരമുണ്ടാകാൻ ഇത്തരം പ്രസംഗങ്ങൾ സഹായിക്കും. ബംഗ്ലാദേശ് ഇസ് നോ ലോങ്ങർ സബ്മിസീവ് എന്ന് യൂനസ് പറയുമ്പോൾ അത് നേരിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യ ഇതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഹസീന സർക്കാർ നൽകിയിരുന്ന ട്രാൻസിറ്റ് സൗകര്യങ്ങൾ റദ്ദാക്കുമോ എന്ന പേടി ഇപ്പോൾ ധാക്കയിലുണ്ട്. ഇന്ത്യൻ പ്രതിനിധിയായി ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഡിപ്ലോമസിയാണ്. താരിഖ് റഹ്മാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പകപോക്കൽ ഒഴിവാക്കി ഒരു നല്ല അയൽക്കാരനായി തുടരാൻ റഹ്മാൻ തയ്യാറാകുമോ, അതോ യൂനസ് വിതച്ച ഇന്ത്യ വിരുദ്ധ വിഷം അദ്ദേഹം വിളവെടുക്കുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരും നാളുകൾ വലിയ നയതന്ത്ര വെല്ലുവിളികളുടേതാണ്. ബംഗ്ലാദേശുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ, നദീജല കരാറുകൾ, കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ സുരക്ഷാപരമായ ഭീഷണികളും ഉയർന്നു വന്നിരിക്കുന്നു. ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ വിഘടനവാദികൾക്ക് താവളമൊരുക്കിയാൽ അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും അശാന്തി പടരാൻ കാരണമാകും. 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യക്ക് ഇന്ന് അതേ രാജ്യം തന്നെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് കാണേണ്ടി വരുന്നത് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യമാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ കേവലം ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മുഴുവൻ ദക്ഷിണേഷ്യയുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. യൂനസ് വിതച്ച ഈ രാഷ്ട്രീയ വിത്തുകൾ താരിഖ് റഹ്മാന്റെ ഭരണകാലത്ത് എത്തരത്തിൽ വളരുമെന്നത് ഇന്ത്യ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതിർത്തികൾക്കപ്പുറമുള്ള സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ബംഗ്ലാദേശിലെ ഈ ഒരു മാറ്റം വെറും ഒരു ഭരണമാറ്റമല്ല, അത് ഭാരതത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. മുഹമ്മദ് യൂനസ് വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കൊളുത്തിവെച്ച ഈ വിവാദ തീ വരും നാളുകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ദഹിപ്പിക്കുമോ? വരും മാസങ്ങളിൽ ഡൽഹിയും ധാക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.